ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷിയും ആകാശും കൂടെ അനുമോൾക്ക് കല്യാണത്തിന് പ്രസൻറ്റേഷനായിട്ട് എന്ത് കൊടുക്കണമെന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകാശ് പറഞ്ഞോണ്ട് എനിക്കൊരു 5 പവനെങ്കിലും കൊടുക്കണമെന്ന്. അത് കേട്ട് മീനാക്ഷി അന്തം വിട്ടു പോകട്ടോ. ഇത്രയും ജോലിയും ശമ്പളവും അങ്ങനെയൊന്നും ഇല്ലാത്ത ആകാശ് എങ്ങനെയാണ് 5 പവൻ കൊടുക്കാമെന്ന് ചോദിക്കുകയാണ്. അതെന്താ, എനിക്ക് 5 പവൻ കൊടുത്തൂടെ? ആ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് എവിടെ നിന്നാണ് അതിനുള്ള കാശ്? 5 പവനെന്ന് പറയുമ്പോൾ നിസ്സാര എമൗണ്ടൊന്നും അല്ലല്ലോ. കാശ് എങ്ങനെ ഉണ്ടാക്കും അതെന്നോട് പറ. അതൊന്നും നീ അറിയണ്ട, സമയമാകുമ്പോൾ ഞാൻ അതിൽ ഒപ്പിച്ചിട്ട് വരും. ആകാശേ, ഇതിന് മുമ്പ് കട തുടങ്ങണമെന്നും പറഞ്ഞും കൊണ്ട് അഡ്വാൻസ് കൊണ്ട് കൊടുത്ത പൈസ ഇതുപോലെ പലിശയ്ക്കോ എവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് നീ അതൊന്ന് ചെയ്തത്. അവസാനം പ്രശ്നത്തിലായി ഞാൻ ചോദിച്ചപ്പോൾ മാത്രമാണ് നീ സത്യം പറഞ്ഞത്. പക്ഷേ ഇനി അത് പറ്റില്ല. എന്തെങ്കിലും തീരുമാനം എടുത്താൽ എന്നോട് കൂടെ പറഞ്ഞേ പറ്റത്തുള്ളൂ. എവിടുന്നാ പറ, സത്യം പറയാൻ. അല്ല, അത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് സ്വർണ്ണക്കട നടത്തുന്നുണ്ടേ. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്വർണം കടമായിട്ട് വാങ്ങാം, ലോൺ പോലെ. എന്നിട്ട് അതിൻ്റെ പൈസ കുറച്ചായിട്ട് ഞാൻ അടച്ച് തീർക്കാം 5-6 മാസം കൊണ്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആകാശേ, ഇങ്ങനെയുള്ള പുലിവാലിലൊന്നും പോയി ചാടല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് കാശ് തരാമല്ലോ. ഓ പിന്നെ, എന്നിട്ട് വേണം നീ പറഞ്ഞുകൊണ്ട് നടക്കാൻ. അത് പിന്നത്തെ കാര്യം, പറയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. ആകാശിന് ഞാൻ PF നിന്ന് ലോൺ എടുത്ത് തരാം. അതാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരി, നീ എനിക്ക് എടുത്ത് തന്നോ. പക്ഷേ ഒരു കാര്യമുണ്ട്, പിന്നീട് കുറച്ചായിട്ട് എനിക്ക് തിരിച്ചടച്ച് തരണം. അത് കൊള്ളാലോ. അങ്ങനെ തന്നെ, ഞാൻ പൈസ തന്നാൽ എനിക്ക് തിരിച്ചു തരണം. നീ ആള് കൊള്ളാവല്ലോടി. പിന്നൊരു കാര്യം, എനിക്ക് പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് മീനാക്ഷി സ്റ്റോർ തുറക്കണമെന്നും അതിന് ലൈസൻസ് ശരിയാക്കണമെന്നും പറഞ്ഞ് എൻ്റെ പിറകെ വന്നാലുണ്ടല്ലോ, ആ ഒരു കാര്യം ഞാൻ നടത്തി തരുന്നത് പ്രശ്നമില്ല കേട്ടോ. ശരി, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്താലോ? അതെ, ഇവിടെ ഞാൻ ഇതിനോടൊരു കാര്യം പറയട്ടെ മീനാക്ഷി. പറഞ്ഞോ ആകാശേ. അല്ലെന്നേ, നമ്മുടെ ഏട്ടത്തേക്കൊരു കുഞ്ഞിക്കാല് കാണണമെന്നൊക്കെ നമ്മൾ കാത്തിരുന്നല്ലേ, എന്നിട്ട് അത് നടന്നില്ല. നമുക്കൊന്ന് നടത്തി കൊടുത്തൂടെ? അപ്പം തന്നെ മീനാക്ഷിക്ക് ദേഷ്യം വരും കേട്ടോ. ആകാശേ, മര്യാദയ്ക്ക് അടങ്ങി കിടന്നോളണം. സ്വന്തം കാലിൽ നിൽക്കാറായിട്ടില്ല ഇതുവരെ, പിന്നെയാണ് ഇനി കുഞ്ഞിക്കാലിൽ. നാശം, ഇന്നത്തെ രാത്രിയും കുളമാക്കിയോ. മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ടോ ഇല്ലേ എന്നും പറഞ്ഞ് വിരട്ടി വെക്കുന്നുണ്ട് കേട്ടോ മീനാക്ഷി ആകാശിനെ. അങ്ങനെ നമ്മുടെ അനുമോളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചാണല്ലോ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നത്. കാരണം അലോക് ഫോണിൽ കൂടെ പറഞ്ഞിരുന്നു, നിൻ്റെ ജീവൻ നശിപ്പിക്കും, ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റർ അടിച്ച് എല്ലായിടത്തും ഒട്ടിച്ച് എല്ലാവരെയും കാണിക്കുമെന്നൊക്കെ. ആ ചിന്തയിലായിരുന്നു കിടന്നട്ടോ. രാത്രി നല്ലൊരു സ്വപ്നം കണ്ട് പേടിച്ച് അനുമോൾ ചാടി എണീക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ മതിലുകളിലെല്ലാം അനുമോളും അലോകും കൂടെ നിൽക്കുന്ന ഫോട്ടോസിൻ്റെ പ്രിൻറ്റുകളെല്ലാം ഒട്ടിച്ച് വെക്കുകയും രാവിലെ തന്നെ ബാലനത് കാണുകയും ഗോമതിയെ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗോമതി, എൻ്റെ മോളുടെ ജീവിതം നശിച്ചു പോയല്ലോ, തൊലഞ്ഞു പോയല്ലോ, നമുക്കിനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കാൻ പറ്റും ബാലേട്ടാ, നമുക്ക് മരിക്കാം, അല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാട്ടോ. ഇങ്ങനൊരു സ്വപ്നം കണ്ടും കൊണ്ടാണ് അനുമോൾ ചാടി എണീക്കുന്നത്. അനുമോൾ ആകെ ടെൻഷനും വെപ്രാളവും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാലോ, അങ്ങനെ ഇനിയെങ്കിലും എനിക്കിത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ എങ്ങാനും എന്നെ സംഭവിച്ചോ, ഒന്ന് ഇറങ്ങി നോക്കിയാലോ. അങ്ങനെ ഓടിപ്പോയി മുറ്റത്തേക്ക് നോക്കുമ്പോഴത്തേക്കിനും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കുറേ ആളുകളൊക്കെ കൂടി നിൽക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ബാലനും ആര്യനും ഒക്കെ കല്യാണത്തിന് വേണ്ടിയിട്ട് മുറ്റത്ത് പന്തലിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള ആൾക്കാരാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അനുമോൾക്ക് ഇച്ചിരി സമാധാനമാവണുണ്ട് കേട്ടോ. അച്ഛനെ കാണുമ്പോൾ തന്നെ മനസ്സിലാലോചിക്കുക, എനിക്ക് വയ്യ ഇത് ഒളിച്ച് വെക്കാൻ, അച്ഛനോടെങ്കിലും എനിക്ക് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അടുത്തേക്ക് ചെല്ലാം കേട്ടോ. അപ്പം തന്നെ ബാലൻ പറയാം, കണ്ടോ മോളെ, എന്ത് ഭംഗിയായിട്ടാ ഞങ്ങളിത് അലങ്കരിക്കുന്നതെന്ന് കണ്ടോ. പിന്നെ നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനില്ലേ ജീവൻ, അവൻ എന്താ ഞങ്ങളോട് പറഞ്ഞത്? ആഡംബരങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു. പക്ഷേ അത്രയ്ക്കങ്ങ് സിമ്പിളാക്കണ്ട എന്ന് എനിക്കും തോന്നി. എന്നാൽ ഒരുപാട് ആഡംബരവും വേണ്ട, അതനുസരിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ അലങ്കരിക്കുന്നത് കേട്ടോ. അല്ല അച്ഛാ, അത് എന്താടി നീ ഇങ്ങനെ നിൽക്കുന്നത്? അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നിനക്ക് എന്ത് കാര്യം എന്നോട് പറയാമല്ലോ, തുറന്ന് വാ മോള് വാ. അങ്ങനെ അനുമോളെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്താൻ. എന്താ മോക്ക് പറയാനുള്ളത്? അത് പറഞ്ഞു തുടങ്ങണതും അവിടെ നിന്ന് ഗോമതി അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അയ്യോ ബാലേട്ടാ, അവിടെ നിൽക്കുകയാണോ? നാളെ കല്യാണമാണെങ്കിലും ഇന്ന് വൈകിട്ട് പുടവയൊക്കെ കൊണ്ടുതരാനായിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരില്ലേ, അതിന് അവർക്ക് കൊടുക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. എന്തേലും വാങ്ങുകയും ചെയ്തോ? അതൊക്കെ ചെയ്യാം ഗോമതി. ഈ ബാലേട്ടൻ്റെ ഒരു കാര്യം വീണ്ടും നമ്മുടെ അനുമോള് പലതവണ ബാലനോട് പറയാൻ വന്ന കാര്യം ഇങ്ങനെ പറയാനായിട്ട് പോകണമെങ്കിലും ഇവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ അതങ്ങ് നിൽക്കുക കേട്ടോ. ഗോമതി ഒരു വിധത്തിൽ നിർത്തണമില്ല, ബാലൻ അതിന് മറുപടി കൊടുത്ത് നിൽക്കുകയാണ്. അവസാനം നമ്മുടെ അനുമോൾക്കാണെങ്കിൽ ആകെ സങ്കടമായിട്ട് അനുമോൾ തിരിഞ്ഞു പോവുക. ഇനിയിപ്പോൾ പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ മിത്രയും മീനാക്ഷിയും ഒക്കെ കൂടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് അനുമോളുടെ അവർ തമ്മിലിങ്ങനെ ചർച്ചയാണ്.
വലുതായിട്ടിടണോ ചെറുതായിട്ടിടണോ എന്നൊക്കെ. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട് കുറച്ച് വലുതായിട്ട് തന്നെ ഇരുന്നോട്ടെ, നല്ല കാണണം. വലുത് അത്ര ഭംഗിയുണ്ടോ, കുറച്ച് ചെറുതായിട്ടിരുന്നാൽ പോലെയെന്ന് മിത്ര. എന്നാലും അനുമോൾ അവർക്ക് ഒപ്പം ഇരുന്ന് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരുന്ന് ഓരോന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഗോമതി ഓടി വന്ന് വിളിച്ചിട്ട് പറയാം, ദേ പിള്ളേരെ, നിങ്ങളിവിടെ മൈലാഞ്ചി ഇട്ട് രസിച്ചിരുന്നോ? അടുക്കളയിൽ എന്തോരം പണിയാണെന്നറിയോ? ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് ഓരോന്ന് ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ തന്നെ ഉടനെ മീനാക്ഷി പറഞ്ഞിട്ട്, ശരി ഞാൻ എന്നാൽ അമ്മയ്ക്ക് സഹായിക്കാൻ പോവാം, ഇത്രേ ശ്രദ്ധിച്ച് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. ചേച്ചി ഞാൻ പോയി സഹായിച്ചാൽ പോരെ? ചേച്ചി ഇട്ടോ മൈലാഞ്ചി? അത് വേണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, കുളമാക്കല്ലേ കേട്ടോ, നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് മീനാക്ഷി ഗോമതിക്ക് സഹായിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുകന്യ ഓടിക്കൊണ്ട് വരുവാണ്. നോക്കുമ്പോൾ അനുമോളുടെ അടുത്തേക്ക് മിത്ര ഇരിക്കണം. മിത്ര അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചു വിടണം. ഓടി വന്ന് മിത്രയോട് പറയാം, മിത്രേ നിന്നെ ദേ ആനന്ദേട്ടൻ വിളിക്കുന്നു. ആനന്ദേട്ടനോ? എന്നെ എന്തിനാ? എനിക്കറിയില്ല, എന്തെങ്കിലും ആവശ്യം കാണും, നീ ഒന്ന് അങ്ങോട്ട് ചെന്ന്. അങ്ങനെ മിത്ര ആ മൈലാഞ്ചി അവിടെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന നേരം കൊണ്ട് സുകന്യ പെട്ടെന്ന് തന്നെ നമ്മുടെ അനുമോളോട് പറയാം, എടി ദേ അലോക് വിളിക്കുന്നു, ഫോൺ എൻ്റെ കയ്യിൽ, ഇതേ എനിക്ക് വേണ്ട, ഞാൻ അവനോട് സംസാരിക്കില്ല. നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അവനാകെ പ്രശ്നം ഉണ്ടാക്കും. ഇന്നലെ അവൻ പറഞ്ഞില്ലേ മറ്റേ ഫോട്ടോസിനെ കുറിച്ചൊക്കെ, അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യും. നീ അത് സംസാരിക്കുന്നതാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ആകെ കുളമാവും. എനിക്ക് വേണ്ട, സംസാരിക്കേണ്ട, അവനുമായിട്ടൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പക്ഷേ നീ സംസാരിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ആ ഫോൺ അങ്ങോട്ട് കൈ കൊടുക്കാട്ടോ. അപ്പോൾ അനുമോളോട് അലോക പറഞ്ഞിട്ടുണ്ട്, എടിയും നീ ഇപ്പം നാളത്തെ കല്യാണത്തിന് അവൻ്റെ കൂടെ ഒപ്പം ജീവിക്കാന്നൊക്കെ പറഞ്ഞ് സുഖിച്ച് അങ്ങനെ സന്തോഷത്തിൽ ആറാടി ഇരിക്കുകയല്ലേ? സമ്മതിക്കില്ല. നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുമെന്നോ? നീ മറന്നു പോയോടി? നിൻ്റെ അച്ഛനെ ഞാനിപ്പോൾ ഫോണിൽ വിളിക്കും. പിന്നെ അച്ഛന് ഞാനിപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ ആ ഫോട്ടോസുകൾ ഞാനും നീയും മാത്രമേ അറിയൂ. അത് ആണെന്നും ഫേക്കാണെന്നും നാട്ടുകാരോ നിൻ്റെ കെട്ടാൻ പോണ ചെക്കനോ അവർക്കൊന്നും അറിയില്ല. കണ്ടാൽ ആരും വിശ്വസിക്കും. അതുകൊണ്ട് ഞാനതങ്ങോട്ട് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാൻ തന്നെ പോകുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അനുമോളാകെ തകർന്ന് പോയിട്ടോ. അങ്ങനെ ഫോണും വെച്ചിട്ട് അനുമോൾ പൊട്ടിക്കരയാനുണ്ട് അവിടെ ഇരുന്നും കൊണ്ട്. ഇതൊന്നും ആരും കാണുന്നു പോലും ഇല്ല. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് എല്ലാവരും വരുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഉടുക്കാനുള്ള സാരിയും കാര്യങ്ങളും ഒക്കെ കളർ കോമ്പിനേഷനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മിത്ര ഒരു ചുമന്ന സാരി പോലത്തെയാണ്. അപ്പം ആര്യനും അതുപോലൊരു ചുവപ്പ് ഷർട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. രണ്ടുപേരും ഒരുപോലെ ആവുമല്ലോ എന്ന് സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ ആര്യം വന്നതങ്ങ് മാറ്റുക കേട്ടോ. എനിക്ക് ഇത് വേണ്ട, എനിക്ക് വെള്ള പോലത്തെ ഷർട്ട് മതി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ആര്യ? എൻ്റെ സാരിക്ക് മാച്ച് ആവണ്ടേ? നിൻ്റെ സാരിക്ക് മാച്ച് ആവണം, ഞാനെന്തിനാണ് ഇടുന്നത്? എനിക്കിതാണ് ഇഷ്ടം, നമുക്ക് ഇഷ്ടമുള്ളതല്ലേ ഇടേണ്ടത്. അങ്ങനെയല്ല, എന്നാലും നമുക്ക് ഒരുപോലെ നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെ വേണ്ടേ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, അവരവർക്ക് ഇഷ്ടമുള്ള ഇടുക. നിൻ്റെ സാരിക്ക് മാച്ചായിട്ടുള്ളത് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചിന്തിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങ് പോവാട്ടോ. എന്നാൽ പിന്നെ നീ നിൻ്റെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോന്ന് പറഞ്ഞാൽ അത് വലിച്ചെറിഞ്ഞ് മിത്ര മാറി നിന്നിട്ട് പറയാം, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നതിൻ്റെ ആ അർത്ഥം പോലും ഇവന് അറിഞ്ഞുകൂടാന്നാ തോന്നുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോകണുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ അനുമോളെ വൈകിട്ടത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ മീനാക്ഷി നല്ലൊരു മഞ്ഞ ഡ്രസ്സായിട്ടെങ്ങനെ കേട്ടോ, ആകാശം മഞ്ഞ, രണ്ടുപേരും ഒരുപോലെ. ഇത് കാണുമ്പോൾ മിത്രയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. സന്തോഷമുണ്ടെങ്കിലും ഇവർക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ആകാശൻ മിത്രയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മിത്ര നമ്മുടെ വേഷം? രണ്ടുപേർക്കും ഒരേപോലത്തെ കളർ കോമ്പിനേഷൻ കൊള്ളൂലേ? അടിപൊളി, സൂപ്പറായിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. മിത്രയുടെ മുഖം വാടിയിരിക്കുമ്പോൾ തന്നെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്താന്ന്. അപ്പം മിത്ര പറയാം, ആകാശേട്ടൻ ചേച്ചി പറയുമെന്ന പോലെ അനുസരിക്കും, പക്ഷേ ആര്യനോ നേരെ തലതിരിച്ച. ഇപ്പം എന്താ പ്രശ്നം? ചേച്ചി, എൻ്റെ സാരിക്ക് മാച്ചായിട്ടുള്ള ഒരു ഷർട്ടാണ് ഞാൻ എടുത്തതേ ആര്യന്, അത് ഇടാൻ പറഞ്ഞപ്പോൾ കേൾക്കുന്നില്ല. അത്രയേ ഉള്ളൂ, അതിനാണോടി ഇങ്ങനെ നീ വിഷമിച്ചിരിക്കുന്നത്? നാളെ കല്യാണത്തിന് പോകുമ്പം ഒരേപോലത്തെ ഡ്രസ്സായിരിക്കണം, ഒരേ കളറായിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റല്ലോ ചേച്ചി, അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അന്ന് വൈകുന്നേരം പയ്യനൊക്കെ സാരിയൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പയ്യനും കുടുംബക്കാരും എല്ലാവരും അങ്ങനെ അവർ നല്ല രീതിയിൽ ആനയിച്ച് കൊണ്ടുവരുവാണ്. അപ്പോൾ അകത്തേക്ക് കൊണ്ട് കയറ്റി. അപ്പോൾ തന്നെ നമ്മൾ അനിമോളെ വിളിക്കുന്നുണ്ട് കേട്ടോ. അനിമോൾ നല്ല മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുവാണ്. ഉള്ളിൽ നല്ല കിടുകിടാ വിറയലും ഉണ്ട്. നോക്കുമ്പോൾ ജീവനും അതുപോലെ മഞ്ഞ ഡ്രസ്സും അവരുടെ ആൾക്കാരും എല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഹൽദി ചടങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ. ആ മണ്ഡപത്തിലേക്ക് ബാലൻ നല്ല സന്തോഷത്തോടുകൂടി അവരെ ആനയിച്ചിരുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ അനിമോളെയും ക്ഷണിച്ച് അവിടെ കൊണ്ടിരുത്തുവാണ് കേട്ടോ.
പക്ഷേ അനുമോളാണെങ്കിൽ ഇങ്ങനെ എത്തിയും വലിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും അലോകിൻ്റെ പ്രസൻസ് ഉണ്ടോ, അലോക് എന്തെങ്കിലും ചെയ്യോ, ജീവന് എന്തെങ്കിലും ഫോട്ടോസ് അയച്ചു കൊടുക്കുമോ, അച്ഛൻ അയച്ചു കൊടുക്കുമോ, ഈ ഒരു ടെൻഷനിലാട്ടോ. അങ്ങനെ മിത്രയും നമ്മുടെ മീനാക്ഷിയും അതുപോലെ ഗോമതി എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട് ഇതിൽ കൂടെ. എന്നാലും ഇത്രയൊക്കെ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടും ഇത്ര വിപുലമായിട്ട് ചെയ്തതിൽ നല്ല സന്തോഷമുണ്ടെന്ന് പയ്യൻ്റെ വീട്ടുകാരൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അവർ ഹൽദി ചടങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്താൻ ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽ എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്